എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തേത് നമ്മുടെ ഒരു കുട്ടി മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പുതിയ ശീലമാണ്. ഞാൻ ഒട്ടും ഒരു മോർണിംഗ് പേഴ്സണേ അല്ല. പുറത്ത് പെട്ടൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിളക്ക് തെളിയിക്കാൻ നേരത്ത് കുറച്ച് പൂക്കൾ പറിച്ച് വെക്കാറുണ്ട്. അത് പണ്ട് മുതലുള്ളൊരു ശീലമായതുകൊണ്ട് അത് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് ശക്തിയും അതുപോലെ തന്നെ തുളസി, അരളിപ്പൂവ് ഇതൊക്കെയാണ് ഞാൻ വിളക്ക് തെളിയിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്നത്. ഇന്ന് രാവിലെ ആകാശം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ കേട്ടോ, ടു ബി ഹോണസ്റ്റ്. അതിനു മുന്നേ രാവിലെ ഒട്ടും എഴുന്നേൽക്കില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ പറയുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മളത് ചുറ്റുപാടൊക്കെ നോക്കണം, എന്ത് രസമാണെന്നറിയുമോ എന്നൊക്കെ പണ്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, കേൾക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ ഈ അടുത്തിടയിലാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. രാവിലെ എനിക്ക് ചായ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. പാൽ ചായ കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സാധനമാണ് ദോശ. ഇനി ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കി രാവിലെ നമുക്ക് തരുന്ന ആ ഒരു ദോശേൻ്റെ ടേസ്റ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ടു ബി ഹോണസ്റ്റ്. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. മിക്ക ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവൊന്നുമല്ല. എന്താ പറയുക, ചില ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, ചില ദിവസം ഞാൻ ഭയങ്കര ലോയാണ്. എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് തന്നെ പറയും, ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് പുഷ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. ലൈഫിൽ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഒരു ഹീലിംഗ് ജേർണിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര ഒരുമിച്ച് തുടങ്ങാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക.